1966 ജൂൺ 19 ബാൽ താക്കറെ രൂപം നൽകിയ ശിവസേന മറാഠി സ്വത്വ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായാണ് മഹാരാഷ്ട്രയിൽ വളർന്നത്. എന്നാൽ പാർട്ടിയുടെ ചരിത്രം നേതൃത്വ പോരാട്ടങ്ങളുടെയും ആഭ്യന്തര കലാപങ്ങളുടെയും കഥ കൂടിയാണ്. 1970-കളിൽ ബന്ധു ഷിംഗ്രയുടെ സമാന്തര ശിവസേന രൂപീകരണ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ ആദ്യ വിമത നീക്കമായി അത് ശ്രദ്ധിക്കപ്പെട്ടു. 1991-ലാണ് ആദ്യ വലിയ ആഘാതം. പ്രമുഖ OBC നേതാവായ ഛഗൻ ഭുജ്ബാൾ താക്കറെയെ വെല്ലുവിളിച്ച് പാർട്ടി വിട്ടു. പിന്നീട് കോൺഗ്രസിലേക്കും തുടർന്ന് NCPയിലേക്കും ചേർന്ന ഭുജ്ബാൾ മഹാരാഷ്ട്രയിൽ ശക്തനായ OBC നേതാവായി വളർന്നു. 2005-ൽ മുൻ മുഖ്യമന്ത്രി നാരായൺ റാണയെയും ശിവസേന വിട്ടു. ഉദ്ധവ് താക്കറെയെ രാഷ്ട്രീയ പിൻഗാമിയായി ഉയർത്തിയതിനെ തുടർന്നുണ്ടായ അസംതൃപ്തിയായിരുന്നു കാരണം. റാണെ പിന്നീട് കോൺഗ്രസിലും തുടർന്ന് BJPയിലും ചേർന്ന് കേന്ദ്രമന്ത്രിയായി. 2006-ൽ ബാൽ താക്കറെയുടെ അനന്തരവൻ രാജ് താക്കറെയും പാർട്ടി വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിച്ചു. മുംബൈയും താനെയും ഉൾപ്പെടെയുള്ള നഗരമേഖലകളിൽ MNS ശിവസേനയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി. എന്നാൽ ശിവസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിളർപ്പ് 2022-ലായിരുന്നു. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഭൂരിഭാഗം MLA-മാരും ഉദ്ധവ് താക്കറെയെ വിട്ടതോടെ മഹാവികാസ് അഘാടി സർക്കാർ തകർന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഷിൻഡെ വിഭാഗത്തെ ഔദ്യോഗിക ശിവസേനയായി അംഗീകരിക്കുകയും പാർട്ടിയുടെ വില്ലും അമ്പും ചിഹ്നം നൽകുകയും ചെയ്തു. ഇപ്പോൾ ഷഷ്ടിപൂർത്തി ദിനത്തിൽ തന്നെ ഉദ്ധവ് പക്ഷത്തെ 6 MP-മാർ ഷിൻഡെ ക്യാമ്പിലേക്ക് മാറിയതോടെ ബാൽ താക്കറെയുടെ പാരമ്പര്യത്തെ ആരാണ് യഥാർത്ഥത്തിൽ കൈവശം വെക്കുന്നതെന്ന ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ നിരവധി കലാപങ്ങളെ അതിജീവിച്ച ശിവസേനയ്ക്ക് ഇന്നത്തെ ഈ പുതിയ പിളർപ്പ് മറ്റൊരു രാഷ്ട്രീയ വഴിത്തിരിവാകുമോ എന്നതാണ് മഹാരാഷ്ട്ര ഉറ്റുനോക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.